അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റും ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ കിച്ചൺ ടീമിൽ ഭയങ്കര വഴക്ക് നടക്കുകയാണ്, ഭയങ്കരമായിട്ട് അടി നടക്കുവാണ്. അതായത് രാവിലെ തന്നെ കിച്ചണിലേക്ക് നമ്മുടെ ജിസേല ചായ ഇടാൻ വന്നിട്ടുണ്ട്. അപ്പം ചായ ഇടാൻ വരുമ്പം നമ്മുടെ കിച്ചൺ കിടക്കുന്നത് കാരണം ഇന്ന് കുടിച്ച പായസമൊക്കെ കപ്പിലിങ്ങനെ കട്ട പിടിച്ചിരിക്കുക, അതുപോലെ കഴുകിയ വൃത്തിയാവാത്ത രീതിയിൽ കുടിച്ച പാത്രമോ ആട്ടെ, ഗ്ലാസ് ആട്ടെ, വെസൽ ടീം ഭയങ്കര ഫ്ലോപ്പാണ് ഇപ്രാവശ്യത്തെ. വെച്ചാൽ ഈ വീക്കിലെ വെസൽ ടീം ഭയങ്കര ഫ്ലോപ്പാണ്. കാരണം ഇന്നലെ ലാലേട്ടനോട് പറഞ്ഞത് പക്ക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അത്രയ്ക്കും അതുപോലെ വൃത്തികെട്ടാണ് ആ കിച്ചൺ കിടക്കുന്നത്. പാത്രങ്ങൾ മുഴുവനും തന്നെ കഴുകാൻ, വെച്ചാൽ ഫുഡ് ഉണ്ടാക്കിയ പാത്രം വരെ കഴുകാനുണ്ട്. അപ്പം നമ്മുടെ ജിസേൽ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബിന്നിയൊക്കെ വന്നിട്ട് ഒരു പാത്രം കഴുകി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഏകദേശം 10 പേർക്കോളം ചായ നമ്മുടെ ജിസേൽ ഇടുന്നുണ്ട്. അപ്പം ബിന്നി പറയുന്നുണ്ട്, വേണ്ടവർ ചായ എടുത്ത് കുടിച്ചോളൂ, നീ കുടിപ്പിക്കാൻ പോകണ്ട എന്നൊക്കെ ജിസേലിൻ്റെ അടുത്ത് പറയുന്നൊക്കെയുണ്ട്. അപ്പം ഏകദേശം ഒരു 10 പേർക്കുള്ള ചായ ഇട്ടു. അപ്പം ജിസേലിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അവൾക്ക് ഇഷ്ടപ്പെട്ട അവളുടെ ഫേവറേറ്റ്സിന് വേണ്ടിയിട്ട് 10 പേർക്കാണ് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി ചായയും കൊണ്ട് നമ്മുടെ ആര്യൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അതുപോലെ ആര്യൻ അവിടെ കിടന്ന ആ സമയത്ത് ഉറങ്ങുന്ന സമയത്ത് പട്ടി കുരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം റോങ് ടൈമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം അനുമോൾ അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അനുമോളെ ചെറുതായിട്ട് ഇവർ തോന്നുന്നുണ്ട്, CID ഇവിടെ ഇരിപ്പുണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് പോടാന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ വെസൽ ടീം ഒട്ടും തന്നെ പാത്രം അത്രയ്ക്കും അൺഹൈജീനിക് ആയിട്ടാണ് ആ കിച്ചണിൽ. അത് സിങ്കിൻ്റെ അകത്തൊക്കെ പാത്രം അതുപോലെ കുമിഞ്ഞു കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും വീക്കായിട്ട് ഇതുവരെ ഇതുപോലെ പാത്രം ആ സിങ്കിൽ അവരായി വിട്ടിട്ടില്ല. അത് ഇന്നലെ അക്ബർ പറഞ്ഞ കുറേ കാര്യങ്ങൾ കറക്റ്റാണ്. വെച്ചാൽ അതുപോലെ വൃത്തിക്കാണ് കിടന്നിരുന്നത്. ഇപ്പം ഭയങ്കര മോശമായിട്ടാണ്. അതുപോലെ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ മസ്താനിയാണ്. അപ്പം ഇതുപോലെ തന്നെ എന്താ പറയുക, രാവിലെ പാത്രം കഴുകുന്ന കാര്യം പറഞ്ഞപ്പോഴാണെങ്കിൽ പോലും നമ്മുടെ ബിന്നി പറയുന്നുണ്ട്, മസ്താനി വരട്ടെ, മസ്താനി ഇങ്ങനെ പറയട്ടെ, അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. കാരണം മസ്താനിയാണല്ലോ എൻ്റെ ക്യാപ്റ്റൻ, ആൻഡ് മസ്താനിക്ക് കഴുകാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര ആർഗ്യുമെൻറ്റ്സും വഴക്കും കാര്യങ്ങളും ഒക്കെ നടന്നായിരുന്നു. അതിനെയൊക്കെ ചുറ്റിപ്പറ്റി അയക്കണം. എനിവേ, ഇതിങ്ങനെ ഫേവറിസം കാണിച്ചു എന്ന് പറയുമ്പം തന്നെ അക്ബർ പറയുന്നുണ്ട്, എന്താ പറയുക, അവൾ ഫേവറിസം കാണിച്ചെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ആളുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ് ഞാനൊക്കെ, അപ്പം എനിക്കൊക്കെ അല്ല തരേണ്ടത്, അങ്ങനെയല്ലല്ലോ ചെയ്തത് എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അതുപോലെ ബിന്നി ആര്യൻ്റെ കാര്യം എന്തോ പറഞ്ഞപ്പോഴത്തേനും ഇതുപോലെ പറയുമ്പോൾ ഇത് ആര്യനാണെങ്കിൽ കുടിച്ച കപ്പ് പോലും കഴുകാതെ, വെച്ചാൽ പായസം എന്തോ കുടിച്ചിട്ട് അവിടെ കപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആ കപ്പ് പോലും കഴുകാതെ ആ പോയിരിക്കും നീ അധികം. വെച്ചാൽ ബിന്നി സെൽഫായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ബിന്നിയുടെ വോയിസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇനി ഈ ഒരു രീതിക്കുള്ള നിപ്പ് നിന്നിട്ടുണ്ട്, പുള്ളിക്കാരിക്ക് ഔട്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലായി. അതുപോലെ ആര്യനും റെനയും കൂടെ അത് കഴിഞ്ഞ് കിച്ചണിൽ വരുന്നുണ്ട്. കിച്ചണിൽ വരുമ്പോഴത്തേനും അവർ പറയുന്നുണ്ട്, അടുത്തത് വെച്ചാൽ നമ്മുടെ അനുമോളെ ടാർഗറ്റ് ചെയ്തിരുന്ന ആൾക്കാർ, അതായത് അപ്പാനിയും ഷൈത്തിയും, ഇവർ രണ്ടുപേരും ആയിരുന്നു നേരത്തെ. അവർ രണ്ടുപേരും ഔട്ടായി, അവർ പുറത്തു പോയി എവിക്റ്റായിട്ട്. ഇനി അടുത്തത് നമുക്കുള്ളതാണ്, അതായത് റെനെ ആര്യനും കൂടെയാണ് പറയുന്നത്. ഇനി അടുത്തത് നമ്മളാണ് എവിക്റ്റ് ആവാൻ ചാൻസ് ഉള്ളത്. അനുമോളെ തൊടുന്നവരെല്ലാം പെട്ടെന്ന് എവിക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളൊരു രീതിക്കിനൊരു സംസാരം അവിടെ നടന്നു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ജിസേൽ പോയി കഴിഞ്ഞത്തേനും ആര്യനും പിന്നെ റെനയും കൂടെ ചായയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിപ്പം മെയിനായിട്ട് ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രം കഴുകലാണ് ഇഷ്യൂ. പിന്നെ അതുപോലെ അപ്പത്തേനും നമ്മുടെ ജിസേലി എന്ന് പറയുന്നുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കിയ പാത്രം വരെ കഴുകാതെ, അത് മിഞ്ഞാന്നെങ്ങാണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയ പാത്രം വരെ അവിടെ കഴുകാതെ കിടക്കുവാണ് എന്നുള്ള രീതിക്കിനും ഒക്കെ പറഞ്ഞ് വഴക്കുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ശരിയാണ്, ബിന്നി ആദ്യം കഴുകി കൊടുത്ത ഒരു പാത്രത്തിൽ ജിസേല് ചായ ഇട്ട് കൊടുത്തു. പിന്നീട് ഒന്നും കൂടി ഇടണമെങ്കിൽ ഒന്നെങ്കിൽ ജിസേലിന് ഒരു പാത്രവും കൂടി അവർ വേഗം കഴുകി കൊടുക്കണമായിരുന്നു. ഇത് രണ്ടും ചെയ്തില്ല. കഴുകി കൊടുത്ത ഒരു പാത്രത്തിൽ അവർ ചായ ഇട്ട് കൊടുത്തു, അതൊക്കെ ഫൈനാണ്. പക്ഷെ
അത് കഴിഞ്ഞ് റെന്നെ ചോദിക്കുന്നുണ്ട്, റെന്നി പറയുന്നുണ്ട് ഞാൻ ബാക്കിയുള്ളവർക്കുള്ള ചായ ഇട്ടല്ലോ, പിന്നെ ഇപ്പം അതിനകത്ത് എന്താ ഇഷ്യൂ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം കിച്ചൺ ടീമിൽ ജിസേൽ മാത്രമല്ലല്ലോ ഉള്ളത്, ഇവള് റെന ഫാത്തിമയൊക്കെ കിച്ചൺ ടീമിലുള്ളതല്ലേ. അപ്പം അവരെല്ലാവരും കൂടെ കൂടിയല്ലേ ചെയ്യണ്ടേ. അപ്പം ജിസേൽ തന്നെ എല്ലാവർക്കും ഇട്ടുകൊടുക്കണം എന്നുള്ളൊരു നിയമമൊന്നും ഇല്ലല്ലോ. അപ്പം എന്തൊക്കെ ഇരുന്നാലും ഒരു ഫേവറിസം ജിസേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടെന്നാണ് ഇപ്പോൾ ബിന്നി പറയുന്നത്. ബിന്നി ഇപ്പം അതിൻ്റെ പേരിലൊക്കെയാണ് രാവിലെ കിച്ചണിലുള്ള ഇഷ്യൂസൊക്കെ നടന്നിരിക്കുന്നത്. എനിവേ കിച്ചൺ ഈ പ്രാവശ്യത്തെ എനിക്ക് തോന്നുന്നു ഇത്രയും വൃത്തിയില്ലാത്ത, എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിൽ വന്നതിൽ ഇത്രയും വൃത്തിയില്ലാത്ത ഒരു ടീം, അതായത് കിച്ചണൊക്കെ അത്രയ്ക്കും മോശമായിട്ടാണ് കിടക്കുന്നത്. അത് മാത്രമല്ല ഒരു റെസ്പെക്റ്റ് ഒന്നും ഇല്ലാത്തൊരു ടീമിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. കാരണം ലാലേട്ടൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും ലാലേട്ടനോട് പോലും ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തതുപോലെ ഫീലിംഗ്. കാരണം ഇപ്പം നമ്മളാണെങ്കിലും നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മളത് നിർത്തിയിട്ട് നമ്മളത് അവരെന്താ പറയണത് നമ്മളത് ലിസൺ ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് വേണം. ഇവർക്കതൊന്നുമില്ല, ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി പറയുന്നു. പക്ഷെ എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് ജിഷിനെ എന്നുള്ള ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ജിഷിനോട് ഇപ്പോൾ ലാലേട്ടൻ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ജിഷിൻ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ലാലേട്ടൻ ഇങ്ങോട്ട് പറയാൻ വന്നപ്പോഴാണെങ്കിൽ പോലും ഇങ്ങനെ സംസാരിച്ചപ്പം ജിഷിൻ പറയുന്നുണ്ട് ഓക്കെ സാർ, ഓക്കെ സാറെന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു വിനയത്തോടെ നിൽക്കുന്ന ഒരു നിപ്പുണ്ടല്ലോ. അതിപ്പം അത് ബാക്കിയുള്ള ആ ഹൗസ് മേറ്റ്സും കൂടെ കേട്ട് പഠിക്കേണ്ട ഒരു കാര്യം. കാരണം അവർക്കാർക്കും അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ഇല്ല. ഞാൻ പറയട്ടെ, ഇപ്പം ലാലേട്ടനാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം അനുമോളുടെ കാര്യം വന്നപ്പോഴിങ്ങനെ പറയുമ്പോഴല്ലോ ആര്യൻ ഭയങ്കര ഓവറാണ്, മനസ്സിലായോ? കൊയ്യും കുട്ടി 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 കണ്ടോ 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 എന്നുള്ളത് വെച്ചാൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, അതുപോലെ ഒരു സ്പേസാണ്. പറഞ്ഞു ലാലേട്ടൻ ഫയർ ചെയ്തു, ശരിയാണ്, അക്സെപ്റ്റ് ചെയ്യാം, പുള്ളിക്കാരിയോട് അത് പറയാം. പക്ഷെ അത് അവിടെ ഇരുന്നുകൊണ്ട് വേണം, തനിക്ക് കൊടുത്തിരിക്കുന്ന സ്പേസിൽ നിന്നോട് തനിക്ക് പറയാം. ആൻഡ് അതൊരു എന്താ പറയുക, ഒരാൾ വന്ന് നിന്ന് വെച്ചാൽ ലാലേട്ടനെ പോലെ ഒരു ആൾ വന്ന് നിന്ന് ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കും, അതിൻ്റെ ഒരു റെസ്പെക്റ്റ് കൊടുത്തു വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇത് ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട് അതിനകത്തെ കണ്ടസ്റ്റൻസിൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ് ചെയ്തത്. രാവിലെ തന്നെ കിച്ചണിൽ ഇതിൻ്റെയൊക്കെ പേരിൽ വഴക്കും ബഹളങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പം നമ്മുടെ ലൈവിൽ പൊക്കോണ്ടിരിക്കുന്നത്. എന്തൊക്കെ ഇരുന്നാലും ഇന്നത്തെ ദിവസത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പുറകെ അപ്ഡേറ്റ്